അന്ന് ആലപ്പുഴയിലെ കായലിലോട്ടാണല്ലോ ഇത് ഇറങ്ങാൻ വന്നത്. അതേപോലെ തന്നെയാണല്ലോ ഇത് കായലിൽ നിന്ന് കായലിലേക്ക് തന്നെയാണല്ലോ പോയത്. അന്നും ഇതേപോലെ തന്നെ ആ ചെറുകിടക്കാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലോ. 10 വർഷം നഷ്ടപ്പെടുത്തി. എല്ലാ കാര്യങ്ങളിലും തെറ്റിദ്ധരുത്തുന്ന പോലെ ഇന്നും തെറ്റിദ്ധരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. 10-11 വർഷം 14 കോടി രൂപ ഒരാളുടെ ഒരു കമ്പനി തന്നെ ഇല്ലാതായി. ആ ഫ്ലൈറ്റ് ജപ്തി ചെയ്യുന്ന സാഹചര്യം വന്നു. 14-15 കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം. ഇത് എത്ര നാളാണ് നമ്മളിങ്ങനെ തുടരുക? നിങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയും കൂടെ നടപ്പിലാക്കിയിട്ട് വേണം 26-ൽ പോകാനെന്നൊരു അഭ്യർത്ഥന എനിക്ക് ഇടതുപക്ഷത്തോടുള്ളൂ. കാരണം നിങ്ങൾ തുടങ്ങിയാൽ ആർക്കും എതിർപ്പ് കാണുന്നില്ല, നിങ്ങളുടെ സംഘടനക്കാർക്ക് എതിർപ്പില്ലാത്തത്. അതുകൊണ്ട് എന്തെങ്കിലും തുടങ്ങി പോകണം. അല്ലെ അടുത്ത സർക്കാർ വന്ന് അതിനെ എതിർക്കാൻ നിൽക്കരുത്. എനിക്ക് അഭ്യർത്ഥിക്കാൻ അതേ ഉള്ളൂ. കാരണം എത്ര പദ്ധതികൾ ഇങ്ങനെ നശിപ്പിച്ചു ഈ നാട്ടിൽ. എത്ര വ്യവസായങ്ങൾ, എത്ര കുടിൽ വ്യവസായങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് സീപ്ലെയിൻ. ആ സീപ്ലെയിൻ കമ്പനി അവർ